അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. കൂടത്തായില് 2013 തുടക്കം കുറിച്ച എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് അതിപ്പോ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഫസ്റ്റ് ബാച്ച് പഠിച്ചിട്ടുള്ളവരാണ് ഈ കുട്ടികളെല്ലാവരും. അവരെ ഞാൻ തന്നെയാണ് അവരുടെ അഡ്മിഷൻ കൊടുത്തുവരുന്നത്. സബീസ്നേഹമാരുണ്ട്, മുസ്തഫ മക്കളുണ്ട്, അതുപോലെ മറ്റ് നമ്മുടെ ഈ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരിപ്പോ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുവാനുള്ള ഒരുക്കത്തിലാണ്. ജുബാക്ക് അതിന്റെ വിദ്യാഭ്യാസ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും. സ്ഥാപനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല നമ്മുടെ നാട്ടിൽ, സ്ഥാപനങ്ങൾ വളരെയേറെ ഉണ്ട്, ആധിക്യം തന്നെയുണ്ട്. എന്നാല് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വീട്ടുകാർക്കും സമൂഹത്തിനും എല്ലാം ഉതകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നേടിക്കൊണ്ട് വളരുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. യജുബാക്ക് ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നു. മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് അവരവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ സംഭവവികാസം എനിക്ക് പറയാറുണ്ട്. അതിലൊന്നും പെടാതെ സേഫായിട്ട് നമ്മുടെ കുട്ടികൾ പഠിച്ച് വളരണം. അതിന് ആശ്രിതമായ നല്ലൊരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അവിടെയുണ്ട്. എന്നതുപോലെ തന്നെ ആ ക്യാമ്പസ് വളരെ സുരക്ഷിതവുമാണ്. ഇപ്പോ രക്ഷിതാക്കൾ അന്വേഷിക്കുന്ന അതാണ്. ക്യാമ്പസിന്റെ കെട്ടും മട്ടും അതിന്റെ വെൺമേടകളും സൗന്ദര്യവും ഒന്നുമല്ല ഇപ്പോൾ രക്ഷിതാക്കൾ നോക്കുന്നത്, മറിച്ച് ആ ക്യാമ്പസിന്റെ അന്തരീക്ഷമാണ്. ആ ക്യാമ്പസ് എങ്ങനെയൊക്കെയാണ് അവിടെ വിദ്യാഭ്യാസം, ഏതെല്ലാം രീതിയിലാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്, കുട്ടികളുടെ ആ കഴിവുകൾ എന്താണ് എന്നൊക്കെയാണ് ഇപ്പോൾ രക്ഷിതാക്കൾ എല്ലാവരും ഇപ്പോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും തലമുറയിൽപ്പെട്ടവര് കുട്ടികളെ പഠിപ്പിക്കുന്ന പേരൻസ്, ഉമ്മയായാലും ബാപ്പയായാലും അവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്. അവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാവുന്നവരുമാണ്. അവര് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെയും. അപ്പോൾ ആ നിലക്ക് അവർക്കൊക്കെ സമാധാനവും സേഫ്റ്റിയും കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എഡ്യൂപാർക്കിലുള്ളത് എന്ന് പറയാൻ എനിക്ക് ധൈര്യമായിട്ടും സാധിക്കും. നമ്മുടെ സുബൈർ മാഷും അതുപോലെ തന്നെ കൂടത്തായി അവരെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആ സ്ഥാപനം അതിന്റെ പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുകയാണ്. എല്ലാവരുടെയും സജീവമായിട്ടുള്ള ശ്രദ്ധ ആ കാര്യത്തിൽ ഉണ്ടായിരിക്കണം. കുട്ടികളെ ചേർക്കുന്ന കാര്യത്തിൽ രക്ഷിതാക്കളും ആ കാര്യത്തിൽ പ്രത്യേകമായിട്ട് താല്പര്യം പ്രകടിപ്പിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മുടെ കുട്ടികൾക്കെല്ലാം വളരെ നല്ലൊരു ഭാവി, അവരുടെ ഭാവി വളരെ സുരക്ഷിതമായ അതുപോലെ തന്നെ ശോഭനമായ ഒരു ഭാവിക്കെല്ലാം ഞാൻ നേരുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്.